ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിസ്കോഴ്സസ് ഓൺ ഇന്ത്യൻ നാഷണലിസത്തിലെ സെക്കൻഡ് ടോപ്പിക്കായിട്ടുള്ള നോളജ് ആൻഡ് പവർ എന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ആശയം കൊണ്ടുവന്നത് മിഷേൽ ഫൂക്കോ ആണ്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഫ്രഞ്ച് തത്വചിന്തകനും ചരിത്രകാരനും സാമൂഹിക സൈദ്ധാന്തികനുമാണ് മിഷേൽ ഫൂക്കോ. ചരിത്രം, സമൂഹശാസ്ത്രം, രാഷ്ട്രതന്ത്രം, സാംസ്കാരിക പഠനം, ഡിസ്കോഴ്സ് അനാലിസിസ് തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പരമ്പരാഗത ചരിത്രകാരന്മാർ ചരിത്രത്തെ സംഭവങ്ങളുടെ രേഖയായി കണ്ടപ്പോൾ ഫൂക്കോ ചരിത്രത്തെ അറിവ്, അധികാരം, ഭാഷ, സാമൂഹിക സ്ഥാപനങ്ങൾ എന്നിവയുടെ പരസ്പര ബന്ധമായി മനസ്സിലാക്കണമെന്ന് വാദിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആശയമാണ് പവർ നോളജ്, അതായത് അധികാരവും അറിവും തമ്മിലുള്ള ബന്ധം. ഫൂക്കോയുടെ അഭിപ്രായത്തിൽ അറിവും അധികാരവും പരസ്പരം വേർതിരിക്കാൻ കഴിയാത്തവയാണ്. പരമ്പരാഗത കാഴ്ചപ്പാടിൽ അറിവ് നിഷ്പക്ഷവും സത്യാന്വേഷണത്തിനുള്ള ഒരു ഉപകരണവുമാണ്. എന്നാൽ ഫൂക്കോ ഈ ധാരണയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അധികാരം അറിവ് സൃഷ്ടിക്കുന്നു. അതേസമയം അറിവ് അധികാരത്തെ ശക്തിപ്പെടുത്തുകയും നിയമസാധുവാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു സമൂഹത്തിൽ സത്യം എന്ന് അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ പലപ്പോഴും അധികാരമുള്ള വിഭാഗങ്ങൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അറിവുകളാണ്. അധികാരത്തെക്കുറിച്ചുള്ള ഫൂക്കോയുടെ വീക്ഷണം നോക്കുകയാണെങ്കിൽ ഫൂക്കോയുടെ അഭിപ്രായത്തിൽ അധികാരം സർക്കാർ, രാജാവ്, സൈന്യം എന്നിവയിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒന്നല്ല. അധികാരം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്നു. അത് പ്രവർത്തിക്കുന്നത് കുടുംബത്തിൽ, വിദ്യാലയങ്ങളിൽ, സർവകലാശാലകളിൽ, ആശുപത്രികളിൽ, ജയിലുകളിൽ, കോടതികളിൽ, മതസ്ഥാപനങ്ങളിൽ, മാധ്യമങ്ങളിൽ എന്നിങ്ങനെ വിവിധ സ്ഥാപനങ്ങളിലൂടെയാണ്. ഈ സ്ഥാപനങ്ങൾ അറിവ് സൃഷ്ടിക്കുകയും ആ അറിവിലൂടെ മനുഷ്യരുടെ പെരുമാറ്റത്തെ, ചിന്തകളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഡിസ്കോഴ്സും അറിവിൻ്റെ നിർമ്മാണവും ഫൂക്കോയുടെ ചിന്തയിലെ മറ്റൊരു പ്രധാന ആശയമാണ് ഡിസ്കോഴ്സ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഡിസ്കോഴ്സ് എന്നത് വെറും ഭാഷയല്ല. ഒരു സമൂഹത്തിൽ എന്താണ് സത്യം, എന്താണ് തെറ്റ്, ആരാണ് സാധാരണക്കാരൻ, ആരാണ് അസാധാരണക്കാരൻ എന്നിവ നിർവചിക്കുന്ന അറിവിൻ്റെ സംവിധാനമാണ്. ഉദാഹരണമായി ഭ്രാന്ത്, കുറ്റവാളി, രോഗി, സാധാരണ പൗരൻ തുടങ്ങിയ വിഭാഗങ്ങൾ സ്വാഭാവികമായി ഉണ്ടായവയല്ല. അത് സമൂഹത്തിലെ അധികാരബന്ധങ്ങൾ രൂപപ്പെടുത്തിയ നിർവചനങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫൂക്കോയുടെ പ്രധാന ഗ്രന്ഥമായ ദ ആർക്കിയോളജി ഓഫ് നോളജിൽ അദ്ദേഹം ആർക്കിയോളജി എന്ന പഠനരീതി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് പുരാവസ്തു ഖനനത്തെ സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിൽ അറിവ് എങ്ങനെ രൂപപ്പെട്ടു, ഏതെല്ലാം നിയമങ്ങളാണ് ഒരു ആശയത്തെ സത്യമാക്കിയത്, ഏത് തരത്തിലുള്ള പ്രസ്താവനകളാണ് അംഗീകരിക്കപ്പെട്ടത് എന്നിവയെ ചരിത്രപരമായി പഠിക്കുന്ന രീതിയാണ്. പിന്നീട് ഫൂക്കോ ജീനിയോളജി എന്ന രീതിയും വികസിപ്പിച്ചു. ഒരു ആശയമോ സ്ഥാപനമോ എങ്ങനെ രൂപപ്പെട്ടു, അതിൻ്റെ പിന്നിൽ എന്തെല്ലാം അധികാര ബന്ധങ്ങളുണ്ട്, അത് സമൂഹത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നിവയാണ് ഈ സമീപനം അന്വേഷിക്കുന്നത്. കോളനി വാഴ്ചയും അറിവും ഫൂക്കോയുടെ ആശയങ്ങൾ കോളനി വാഴ്ചയുടെ പഠനത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ജനസംഖ്യാ കണക്കെടുപ്പ് അഥവാ സെൻസസ്, ഭൂസർവേ, മാപ്പ് നിർമ്മാണം, ഗസറ്റിയർ തയ്യാറാക്കൽ തുടങ്ങിയവ വെറും വിവരശേഖരണം മാത്രമായിരുന്നില്ല. ഈ അറിവുകളിലൂടെ അവർ ജനങ്ങളെ വർഗീകരിക്കുകയും ഭൂമിയെ നിയന്ത്രിക്കുകയും ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ അറിവ് ഭരണത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ശക്തമായ ഉപകരണമായി മാറി. അടുത്തതാണ് ഡിസിപ്ലിൻ ആൻഡ് പണിഷ് എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ഫൂക്കോ ആധുനിക സമൂഹത്തിലെ അധികാരത്തിൻ്റെ പുതിയ രൂപം വിശദീകരിക്കുന്നു. പഴയ കാലത്ത് ഭരണകൂടം ശരീരത്തെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ആധുനിക സമൂഹം നിരീക്ഷണവും, അതായത് സർവെയിലൻസ്, അതുപോലെ തന്നെ അച്ചടക്കവും ഡിസിപ്ലിൻ വഴി, ഈ രണ്ട് ആശയങ്ങൾ വഴി മനുഷ്യരുടെ മനസ്സിനെയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫൂക്കോ വിശദീകരിച്ച മറ്റൊരു പ്രധാന ആശയമാണ് പെനോപ്റ്റിക്കോൺ. ഇത് ആദ്യം ജെറോമി ബന്ധം രൂപകൽപ്പന ചെയ്ത ഒരു ജയിലിൻ്റെ മാതൃകയായിരുന്നു. ഈ മാതൃകയിൽ തടവുകാർ എപ്പോൾ വേണമെങ്കിലും തങ്ങളെ നിരീക്ഷിക്കാമെന്ന് കരുതുന്നതിനാൽ അവർ സ്വയം അച്ചടക്കം പാലിക്കുന്നു. ഫൂക്കോയുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ സമൂഹത്തിലും സമാനമായ അവസ്ഥയാണ് കാണുന്നത്. CCTV ക്യാമറകൾ, സ്കൂളുകളിലെ നിരീക്ഷണം, ഓഫീസുകളുടെ നിയന്ത്രണ സംവിധാനങ്ങൾ, ഡിജിറ്റൽ നിരീക്ഷണം എന്നിവയെല്ലാം പെനോപ്റ്റിക്കോണിൻ്റെ ആധുനിക രൂപങ്ങളാണ് എന്നാണ് അദ്ദേഹം
വാദിക്കുന്നത്. ചരിത്രരചനയിലെ സ്വാധീനം ഫൂക്കോയുടെ ചിന്ത ചരിത്രരചനയിൽ വലിയ മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. ചരിത്രം വെറും രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും കഥയല്ലെന്ന് അദ്ദേഹം വാദിക്കുന്നു. ചരിത്രകാരൻ ചോദിക്കേണ്ട പ്രധാന ചോദ്യങ്ങൾ ഇവയാണ്: ആരാണ് ചരിത്രം എഴുതിയത്? ഏത് അറിവുകളെയാണ് സത്യമായി അവതരിപ്പിച്ചത്? ആരുടെ ശബ്ദമാണ് ഉൾപ്പെട്ടത്? ആരെയാണ് ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത്? അറിവിലൂടെ അധികാരം എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചരിത്ര പഠനത്തെ കൂടുതൽ വിമർശനാത്മകമാക്കി മാറ്റി. ഇനി അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് നിരവധി വിമർശനങ്ങളുണ്ട്. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ അവരുടെ അഭിപ്രായത്തിൽ സാമ്പത്തിക ഘടകങ്ങൾക്കും വർഗസമരത്തിനും അതായത് ഫൂക്കോ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ലെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലർ അദ്ദേഹത്തിൻ്റെ സമീപനം വസ്തുനിഷ്ഠ സത്യത്തെ ചോദ്യം ചെയ്യുന്നതിനാൽ ചരിത്ര സത്യത്തെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാക്കുന്നുവെന്നും അഭിപ്രായപ്പെടുന്നു. ഓക്കെ.